അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ശരിക്കും സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തയും കഴിക്കാത്തയും പുതിയ രുചിയിലുള്ള പാൽ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. പൊളി ടേസ്റ്റാണ്. വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിലോ അല്ലാതെ ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റാർ ആവാൻ പറ്റിയൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ശരിക്കും പുതിയ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കരുത്. എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കോ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തെടുക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അര കിലോൻ്റെ അളവിലാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. 500 ഗ്രാം മാത്രമാണ് കേട്ടോ അരി. ബസ്മതി റൈസ് എടുത്തത് സെല്ല റൈസാണ് എടുത്തത്, XXLൻ്റെ. അതാകുമ്പോൾ നല്ല രുചി ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളത്തിലോട്ടേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ടിട്ട് ഊറ്റി വെക്കുക വെന്ത് കഴിഞ്ഞതിന് ശേഷം. അടുത്തത് നമുക്ക് കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്, 1 ടേബിൾ സ്പൂണോളം. പിന്നെ വേണ്ടത് വെള്ളുള്ളി അരിഞ്ഞതാണ്, ഒരു 6 അല്ലി വെള്ളുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് കൊത്തമല്ലി വേണം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. പിന്നെ വേണ്ടത് സിനമൺ സ്റ്റിക്കാണ്, ചെറിയ 2 പീസ്, 3 ഗ്രാമ്പു. അപ്പോൾ നമുക്ക് ഏലക്കായ ഇത്രയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഏലക്കായ ഒരു 3 എണ്ണം അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ വലിയുള്ളി 500 ഗ്രാമിനോട്ടേക്ക് പിന്നെ ഒരു 2 ചെറിയ വലിയുള്ളി മതി കേട്ടോ, വലുതാണെങ്കിൽ 1. ഇനി നമുക്കിതിലേക്ക് 500 ഗ്രാം ചിക്കനാണ് എടുത്തത്, എല്ലോട് കൂടിയിട്ടുള്ളതാണ് എടുത്തത്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല കേട്ടോ. ഉള്ളിൻ്റെ കളറ് മാറുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ള കളറായിട്ട് കിട്ടില്ല. അത് പാൽ ബിരിയാണി അല്ലേ. അപ്പോൾ ഏകദേശം കുറച്ചൊന്ന് വഴന്ന് വന്ന ആ ഒരു സമയത്ത് തന്നെ ചിക്കനും കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ്സോളം പാലൊഴിച്ച് കൊടുക്കണം. നല്ല തിക്ക് ക്രീമി ആയിട്ടുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തത്. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ക്യൂബ്സ് വേണം. ഒന്നിൽ തന്നെ 2 എണ്ണം ഉണ്ടാവില്ല, അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ, പക്ഷെ അത് ഇടുന്ന സമയത്ത് നല്ല രുചിയാണ്. കാരണം ഇതിലേക്ക് ഒരുപാട് അതും ഇതുമായിട്ടുള്ള മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ചെറിയ ടൊമാറ്റോ വേണം. അതേപോലെ ചെറിയ ബേബി കോൺ പോലുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, അത് വാങ്ങുക. അതേപോലെ കളർഫുൾ ക്യാപ്സിക്കം. ഇത്രയുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് കേട്ടോ. എന്തായാലും പിന്നെ ഇത് കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ പാടെ ഒരുപാട് വേവിക്കാൻ പാടില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞ പാടെ തന്നെ നമുക്ക് ചോറ് റെഡിയാക്കി വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ചോറിൽ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് വെള്ളത്തിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അതേപോലെ ജീരശാലൻ്റെ റൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ബസ്മതി റൈസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ചോറിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് ഫുൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരു 80% വേവ് 90% വേവിലൊന്നല്ല കേട്ടോ ഊറ്റിയെടുത്തത്. മുഴുവനായിട്ട് കുക്കായതിന് ശേഷമാണ് അതൊന്ന് ഊറ്റിയെടുത്തത്. കാരണം ഇതൊരുപാട് സമയം അങ്ങനെ ദം ചെയ്ത് വെക്കുന്നില്ല, വെറും ഒരു 15 മിനിറ്റ്സ് അത്ര ഇത് ദം ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലോട്ടേക്ക് അറബിക് ബിരിയാണീൻ്റെ മസാല ഉണ്ട്, അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഞാൻ പിന്നെ ഇത് വെക്കാം. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടീസ്പൂണോളം നല്ല നെയ്യും കൂടെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല നെയ്യ് എന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും. നല്ല നെയ്യ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, RKG അല്ലെങ്കിൽ അസീലിൻ്റെ നെയ്യൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും, അത്. ഇനി നമുക്കിതിലേക്ക് നാരങ്ങൻ്റെ ജ്യൂസ് വേണം, 1 ടീസ്പൂണോളം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടും ബാക്കി വന്നത് അതിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് മാത്രം ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ചിക്കനൊക്കെ അത് ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചോറൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തത്. 15 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു 10 മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് മിക്സ് ആക്കുന്നത്. അപ്പോഴേ നമുക്കിത് അടിയിൽ പിടിക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല. 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് എന്തായാലും എടുക്കണം, അപ്പോഴേ നല്ലൊരു ഫ്ലേവർ പാലിൻ്റെതും കൂടെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടാത്ത ഒരു മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല. അറബിക് ബിരിയാണി മസാലേൻ്റെ പൊടി ആ ഒരു ചോറിൽ മാത്രം മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഒരു ലൈറ്റ് ഫ്ലേവറാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരുപാട് മസാലപ്പൊടി അതും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു വെള്ള കളറായിട്ടുള്ളൊരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മാഷാഅല്ലാ തബാറക്കല്ലാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, രക്ഷയില്ല. ഇങ്ങനത്തെ വെറൈറ്റി ഫ്ലേവറിലുള്ള ബിരിയാണി ഐറ്റംസും അതേപോലെ ഇങ്ങനത്തെ ഒക്കെ കാണുന്ന സമയത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ.
കാരണം ഞാൻ എന്നെ ഏറ്റവും ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞാൻ എന്തായാലും പല വെറൈറ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാറുണ്ട്. അതിൽ ഏറ്റവും പെർഫെക്റ്റ് ഏറ്റവും രുചി എന്ന് തോന്നുന്നതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അളവൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. 1 കിലോക്ക് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നുള്ള അളവ് കുറച്ച് കൂടുതലാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരുപാട് സ്പൈസസ് ഒന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറഞ്ഞ സ്പൈസസിൽ ഭയങ്കര രുചിയിലുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പി തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അപ്പോൾ ഒരു പുതിയ റെസിപ്പി കണ്ടാൽ വിടരുത് കേട്ടോ. വീട്ടിൽ വിരുന്നാർ വരികയൊക്കെ ആണെങ്കിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് ആണ് കേട്ടോ ഇത്. പാൽ ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും വെറൈറ്റി ആയിട്ടുള്ള പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, അസ്സലാമു അലൈക്കും.